നമ്മൾ സംസാരിക്കുമായിരുന്നു. ഓക്കെ, അവൾക്ക് എന്നോട് എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഓക്കെ, അങ്ങനെ ഞാൻ സംസാരിച്ച് കുറേ ദിവസം കഴിഞ്ഞ് ഞാൻ കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ ഇവളെ പ്രപ്പോസ് ചെയ്ത്. ഓക്കെ, അതായത് ഈ പ്രപ്പോസൽ എന്ന് പറഞ്ഞാൽ എനിക്ക് ഈ പ്രേമിച്ച് നടക്കലോ ഇങ്ങനത്തെ സാധനത്തിലോ എനിക്കിപ്പം ഇനി അങ്ങോട്ട് അങ്ങനെ പ്രേമിച്ച് നടക്കുന്ന പരിപാടിക്ക് ഞാനില്ല. അത് ഞാൻ ഉറപ്പ് തരാം നിങ്ങൾക്ക്. ഞാൻ നാളെ എനിക്ക് ഇതാൻ്റെ പുതിയ ഗേൾ ഫ്രണ്ട് എന്ന് പറഞ്ഞ ഒരാളെ കൊണ്ടുവന്ന് അവളായിട്ട് പ്രേമിച്ച് നടക്കാൻ എനിക്ക് അതിന് താല്പര്യമില്ല. ഞാൻ അവളോട് ഡയറക്റ്റ് ആയിട്ട് ഞാൻ കാര്യം ചോദിച്ചു, ഞാൻ ഒരു പ്രപ്പോസലായിട്ട് വീട്ടിലേക്ക് വരട്ടെ എന്ന് ഞാൻ ചോദിച്ചു. ഓക്കെ, അതായത് പാരൻസിനോട് ഡയറക്റ്റ് സംസാരിച്ച് കല്യാണം എന്നുള്ള ഡയറക്റ്റിന് പ്രേമിച്ച് നടക്കൽ ആ പരിപാടിക്ക് എനിക്ക് താല്പര്യമില്ല, മനസ്സിലാവും. അപ്പൊ ഞാൻ ചോദിച്ചു കല്യാണം കഴിക്കാമോ എന്നുള്ള കാര്യം ഞാൻ ഡയറക്റ്റ് തുറന്ന് ചോദിച്ചു അവളോട്. സംഭവം എന്ന് വെച്ചാൽ ഓള് ഹിന്ദുവാണ്, ഞാൻ മുസ്ലിമാണ്. അതൊരിക്കലും നടക്കൂല. ഓളെ അച്ഛനും അമ്മനെയും ഒരിക്കലും വെറുപ്പിക്കാൻ പറ്റില്ല എന്ന് ഓള് പറഞ്ഞു. അവർ കഴിഞ്ഞിട്ട് ഒക്കെ എന്തോ ഉള്ളൂ, അവർ സമ്മതിച്ചാൽ മാത്രമേ നടക്കൂ. അതെന്തായാലും ഒരിക്കലും സമ്മതിക്കാനും പോകുന്നില്ല എന്നുള്ള കാര്യം പറഞ്ഞു. ഞാൻ അവിടെ ഡൗൺ ആയി. അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് ദിവസം ലൈവ് ഇട്ടില്ല. ഫുള്ള് ഞാൻ ഫ്രസ്ട്രേറ്റഡ് ആയി, കുറച്ച് ഡിപ്രഷനായി. ഓക്കെ, കഴിഞ്ഞ ദിവസം ലൈവിൽ വന്ന സമയത്താണ് തൊപ്പി ഈ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. തനിക്ക് ഇടയ്ക്ക് വെച്ചൊരു ലവ് ഉണ്ടായിരുന്നു. ആ ഒരു പെൺകുട്ടി ഹിന്ദു ആയിരുന്നു. ഞാനുണ്ടെങ്കിൽ പ്രപ്പോസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു കുട്ടിക്ക് തൻ്റെ പേരൻസ് ഒന്നും സമ്മതിക്കത്തില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു റിലേഷനിൽ താല്പര്യമില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ഒരിക്കലും ആ ഒരു പെൺകുട്ടിയുടെ ഐഡൻറ്റിറ്റിയോ കാര്യങ്ങളോ ഒന്നും വെളിയിൽ പറയാൻ താല്പര്യപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ അത് ചോദിക്കേണ്ട എന്നുള്ളൊരു കാര്യം തൊപ്പി ആ ഒരു വീഡിയോയിൽ പറയുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ അതിനുശേഷം കുറച്ച് ദിവസങ്ങളായിട്ട് ഭയങ്കര ഡിപ്രഷനായിരുന്നു. വീഡിയോസോ കാര്യങ്ങളോ ഒന്നും ചെയ്യാനോ ഒന്നും തന്നെ താല്പര്യമുണ്ടായിരുന്നില്ല. ഭയങ്കര ദേഷ്യമൊക്കെ ആയിരുന്നു. അങ്ങനെ ദേഷ്യപ്പെട്ടാണ് വീട്ടിലെ തൻ്റെ റൂം തന്നെ ഭയങ്കരമായിട്ട് അടിച്ചു പൊളിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ള രീതിയിൽ തൊപ്പി ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ടായിരുന്നു.